പി.വി. അൻവർ എം.എൽ.എയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രതിരോധത്തിലായി ആഭ്യന്തര വകുപ്പ്. മന്ത്രിതലത്തിലും ഉന്നത ഉദ്യോഗസ്ഥ തലത്തിലും തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. തലസ്ഥാനത്തും കോട്ടയത്തുമാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. DGP ഷെയ്ഖ് ദർവേസ് സാഹിബുമായി മുഖ്യമന്ത്രി നാട്ടകം ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ചയും നടത്തി. ADGP MR അജിത് കുമാറും മുഖ്യമന്ത്രിയെ കാണും. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയും ഒപ്പം കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പനും ഉണ്ടാകും. ആദ്യം ശാലിനിയിലേക്കാണ് പോകുന്നത്. ശാലിനി, ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഭരണപക്ഷ MLA ആയ പി.വി. അൻവർ ആഭ്യന്തര വകുപ്പിന് എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, ഒപ്പം വെളിപ്പെടുത്തലുകൾ. അതിലൊക്കെ തന്നെ ഇനി എന്ത് നീക്കങ്ങൾ ഉണ്ടാകും എന്നാണ് നോക്കിക്കാണേണ്ടത്. ഒപ്പം തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് കോട്ടയത്തും തിരുവനന്തപുരത്തുമായിട്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കോട്ടയത്താണുള്ളത്. അവിടെ DGPയുമായിട്ട് അല്പസമയത്തിനകം നാട്ടകം ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ തന്നെയാണ് അറിയുന്നത്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രതിരോധം എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ആഭ്യന്തര വകുപ്പും തിരക്കിട്ട ചർച്ചകളിലാണ് എന്നുള്ളതാണ് നമുക്ക് കോട്ടയത്ത് നിന്നും ഒപ്പം തന്നെ തിരുവനന്തപുരം ആഭ്യന്തര വകുപ്പിൽ നിന്നൊക്കെ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. പി.വി. അൻവർ MLA നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ, ഒപ്പം തന്നെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, ഇത് രണ്ടും വലിയ രീതിയിൽ സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പത്തനംതിട്ട SP സുജിത് ദാസ് നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം, പി.വി. അൻവറുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ പരാതി എഴുതിത്തള്ളണം, ഒപ്പം തന്നെ പരാതിയിൽ നിന്ന് പിന്മാറണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ADGP MR അജിത് കുമാർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നടത്തുന്ന ചില ഇടപെടലുകൾ, അഴിമതി ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പ്രതിരോധം ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അത് കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതേസമയം തന്നെയാണ് SP സുജിത് ദാസിനെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ DGPയുടെ പക്കൽ എത്തിയിട്ടുണ്ട്. DGP അത് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൌദ്യോഗികമായി കൈമാറി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ്. അതായത് ആ റിപ്പോർട്ടിൽ പറയുന്നത് പത്തനംതിട്ട SP സുജിത് ദാസ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ പറ്റി പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരു ഭരണപക്ഷ MLAയോട് നടത്തുന്നു. ആ ഭരണപക്ഷ MLA ഓഡിയോ സംഭാഷണം അടക്കം പുറത്തേക്ക് വിടുന്നു. മറ്റൊന്ന്, ഇത്തരത്തിലൊരു ആരോപണവും പരാതിയും ഉയർന്നു നിൽക്കുമ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ള ഇടപെടൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ SP നടത്തിയിട്ടുണ്ട്. അതായത് താൻ DGP വരെ ആകും, അപ്പോൾ ഏത് വിധേനയും നിങ്ങൾക്കൊപ്പം നിൽക്കാം എന്നുള്ള ചില പ്രതികരണങ്ങൾ ആ ഫോൺ സംഭാഷണത്തിലുണ്ട്. ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം റേഞ്ച് DIG കൂടിയായിട്ടുള്ള അജിത ബീഗം ഇത്തരത്തിലൊരു റിപ്പോർട്ട് DGPക്ക് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്ക് SP സുജിത് ദാസ് പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു നടപടി ഇന്ന് തന്നെ ഉണ്ടാകുമോ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ളതും ഔദ്യോഗികമായി അറിയേണ്ടതായിട്ടുണ്ട്. കോട്ടയത്താണ് നിലവിൽ മുഖ്യമന്ത്രിയും ADGP MR അജിത് കുമാറും ഒപ്പം തന്നെ DGP അടക്കമുള്ളവർ ഉള്ളത്. ഇവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നു. തിരക്കിട്ട ചർച്ചകൾ കോട്ടയം കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് മുൻപൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അവിടെ ചില ഉപജാപകമായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ചില വഴിവിട്ട ഇടപെടലുകൾ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്, ചില ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അടക്കമുള്ളവർ ആ കൂട്ടുകെട്ടിലുണ്ട് എന്നുള്ളത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കൂടി പി.വി. അൻവർ MLAയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം വന്നതാണ്. പി.വി. അൻവർ MLA ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ആ പ്രതിപക്ഷത്തിന്റെ വാക്കുകളെ അതേ രീതിയിൽ അംഗീകരിക്കുന്ന പ്രതികരണങ്ങൾ കൂടി ഒരു ഭരണപക്ഷത്ത് നിന്ന് കൂടി വരുമ്പോൾ അത് എത്രത്തോളം ഗൗരവമായി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും ആഭ്യന്തര വകുപ്പും ഒക്കെ ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിയാണ് ഇപ്പോൾ DGPയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ റേഞ്ച് DIG അജിത ബീഗം നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും SP-ക്ക് എതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും SP സുജിത് ദാസിന് കർശനമായിട്ടുള്ള നടപടി പോലീസ് സേനയിൽ ഒരു അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വകുപ്പ് തല നടപടികൾ നേരിടേണ്ടതായിട്ട് വരും എന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ വിശ്വസ്തനായ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കൂടിയായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോ ADGP മാറ്റി നിർത്തിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത്
ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള ഒരു ആരോപണം ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി മറ്റൊരാളെ കൊണ്ട് അന്വേഷണം നടത്തുമോ എന്നുള്ളതും ഉറ്റുനോക്കുന്ന വിഷയമാണ്. എന്തായാലും ഏറെ വിവാദത്തിലായി ഏറെ പ്രതിരോധത്തിലായി നിൽക്കുന്ന സംസ്ഥാന സർക്കാർ തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. മുഖം രക്ഷിക്കാൻ ഒരു ഭാഗത്ത് നീക്കം നടത്തുന്നു, മറ്റൊന്ന് സുജിത് ദാസിനെതിരെ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള കൂടിയാലോചനകൾ മറുഭാഗത്ത് നടക്കുകയാണ്. രജനി, രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി മിഥുൻ അയ്യപ്പനിലേക്ക് പോവുകയാണ്. കോട്ടയത്തെ തിരക്കിട്ട ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അല്പസമയത്തിന് മുൻപ് മുഖ്യമന്ത്രി DGPയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇപ്പോൾ കേരള പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മിഥുൻ, എന്തായാലും കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നതും മുഖ്യമന്ത്രി ഇന്ന് എന്തായിരിക്കും പറയുന്നു എന്നുള്ള കാര്യമാണ്. ഈ കേരള പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു. ഒപ്പം പ്രതിരോധത്തിലായിരിക്കുന്നൊരവസ്ഥ ആഭ്യന്തര വകുപ്പ്. തീർച്ചയായിട്ടും ഇപ്പോൾ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. ADGP അജിത് കുമാർ എത്തിയിരിക്കുന്നു. DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് എത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടവരും അതുപോലെ തന്നെ നേരിട്ട് ബന്ധമുള്ളവരുമെല്ലാം ഇപ്പോൾ വിവാദങ്ങൾ നിറയ്ക്കുന്നവരെല്ലാം ഇപ്പോൾ ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ ആണ് കോട്ടയത്തെ നാട്ടകം ഗസ്റ്റ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി DGPയെ വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും അത് വൈകാതെ തന്നെ നൽകുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടി നടന്നിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറിലധികം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇരുവരും ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ആരോപണ വിധേയനായിട്ടുള്ള അജിത് കുമാറും ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്, ഈ വേദിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടേക്ക് വന്ന ഈ മൂവരോടും മുഖ്യമന്ത്രിയോടെയും DGPയോടും ADGPയോടും ഈ വിഷയങ്ങളിലുള്ള പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നുവെങ്കിലും ഒരു തരത്തിലും ഈ വിഷയത്തിൽ ആരും പ്രതികരിക്കുകയുണ്ടായില്ല. പ്രതികരിക്കാതെ വേദിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമാണ്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് പ്രതിരോധത്തിലായി നിൽക്കുകയും ഇതേ രീതിയിൽ ക്ഷീണം കോട്ടം തട്ടുകയും ചെയ്തു. വിശാലിച്ച് കോട്ടം തട്ടുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുമോ, ഈ വിഷയം പരാമർശിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി സംസാരിക്കും. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാമർശം നടത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ കോട്ടയത്ത് നടക്കുന്ന പോലീസ് അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അവിടെ ഇനി എന്തെങ്കിലും മറുപടി അല്ലെങ്കിൽ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പനും തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.